ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ ബെൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സാധാരണ ഹെയർ ബെൻഡിൻ്റെ പോലെയല്ല, ബാക്കിലേക്ക് നെറ്റൊക്കെ കൊടുത്ത് ലെയറാക്കി ചെയ്തിട്ടുള്ള, ഫ്രണ്ടിൽ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഫ്രോക്കിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ബാൻഡും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഫ്ലവറാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ലെങ്ത്ത് എത്ര ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ഞാനിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ കോണാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ എത്ര മടക്കുകൾ കൊടുക്കുന്നുണ്ടോ അത്രയും ലെയർ നമുക്ക്, അതായത് അത്രയും ഫ്ലവറുകൾ നമുക്കിതിന്ന് കിട്ടും. അപ്പോൾ ഒരു 8 എണ്ണമൊക്കെ നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ ഫ്ലവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ തുന്നിപ്പിടിപ്പിക്കുക. നിങ്ങൾ മെഷീനിൽ ഇത് സ്റ്റിച്ച് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി. അതിനേക്കാളും ഒന്നുകൂടി കംഫർട്ട് ഇങ്ങനെ തുന്നി കൊടുക്കണതാണ്. തുന്നി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തുന്നിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ത്രെഡൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാനും അതുപോലെ ഡാമേജ് ആവാതിരിക്കാനും നമ്മൾ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുള്ള ത്രെഡൊക്കെ അവിടെ തന്നെ നിൽക്കും. ഇതുപോലെ ഒരുപാട് ഫ്ലവർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇത് നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു സാറ്റിൻ്റെ ക്ലോത്തിലാണ് ഞാൻ ഈ ഫ്ലവറുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ വൈറ്റ് ഉള്ളത് ഒരു നെറ്റിൻ്റെ മെറ്റീരിയലിലുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ അടുത്ത് വേണ്ടി വരും നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ബൗൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു 6 ഇഞ്ച് അതേപോലെ തന്നെ ഒരു 15 ഇഞ്ച് ലെങ്ത്തിലുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഫ്ലവർ ഡിസൈൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഷിഫ്നെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതിങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. ഹാൻഡ് ബാൻഡ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ബേസായിട്ട് ഇത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫ്ലവർ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് ബാൻഡിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അലാസ്റ്റിക് ഉള്ളിൽ കൊടുത്തിട്ട് ചെയ്യുന്നതാണിത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് പുറം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ബാൻഡിൻ്റെ എത്രയാണോ കൈയിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് അതുണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് 1 വയസ്സായ കുട്ടിക്കായതുകൊണ്ട് അധിക വണ്ണമൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഫ്രോക്കിനൊക്കെ വള്ളി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൗ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് മടക്കി വെച്ചിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മൾ കൈത്തുന്നി തുന്നി കൊടുക്കണം. ഒരു സൂചി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ തുന്നി കൊടുക്കുക. ബൗ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് മെഷീനിലല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കൈകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ തുന്നിയെടുക്കണം. ഇടയിലൊരു കെട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. സെൻറ്ററിലായിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഈ ഒരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബോ നല്ല പൊന്തി നിൽക്കും. നമ്മൾ കുറച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണെങ്കിൽ അതങ്ങനെ നിൽക്കുക. കാരണം ബോ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് വിടർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ നൂലൊന്ന് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊരു കെട്ടിടുക. ഇപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഫ്രോക്കിൽക്കും ഹെയർ ബാൻഡിൽക്കും ഒക്കെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇനി ഹെയർ ബാൻഡിന് ബാക്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് ഉണ്ടാക്കണം.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു പീസ് കുറച്ച് വലുതും ഒരു പീസ് കുറച്ച് ചെറുതുമായിട്ട്, പകുതിയല്ല, പകുതിയിൽ ഒരു 2 ഇഞ്ച് കൂടി ഇറക്കത്തിലായിട്ടാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഞൊറി കൊടുക്കുക ചെയ്യണത് നമ്മൾ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഹെയർ ബാൻഡ് തയ്യാറാക്കി എടുക്കണം. അതിന് ഞാനിവിടെ ഹെയർ ബാൻഡിൻ്റെ ഒരു കമ്പിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് 10 രൂപയുള്ളൂ ഈ ഒരു ഹെയർ ബാൻഡ്, സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ കമ്പിയാണ്. എന്നിട്ട് അതിൽ നീളത്തിൽ നമ്മൾ ക്ലോത്ത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തേക്കാണ്. നമ്മൾ പാൻറ്റിനൊക്കെ ഉടുപ്പിനൊക്കെ വള്ളി കൊടുക്കുന്ന പോലെ അങ്ങനെ ചെയ്ത്, എന്നിട്ട് ഈ ഹെയർ ബാൻഡിൽ ഗ്ലൂ കൊടുത്തിട്ട് അതിലിത് കുറച്ചിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. വൈറ്റ് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഈ ക്ലോത്തിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇത് നല്ല വൃത്തിയിൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ചുറ്റി കൊടുക്കണം. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഒന്നും ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നല്ല കെയർഫുള്ളായിട്ട് വേണം ഇത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗ്ലൂ ആണ്, നല്ല ചൂടുണ്ടാവും. ഇപ്പം നമ്മളിത് മുഴുവനും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററോളം വേണം അങ്ങനെ നമ്മുടെ ഈ വൈറ്റ് ക്ലോത്ത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഒരു ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇങ്ങനെ ബാക്കിൽ നെറ്റ് കൊടുക്കണം. അതായത് ഞാനിത് ഒരു 2 ലെയറാക്കിയിട്ട് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു പീസ് ചെറുതും ഒരു പീസ് വലുതുമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഞൊറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഓവർലോക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓവർലോക്കിൻ്റെ മെഷീനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കണം. ഹെയർ ബാൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഉൾഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഗ്ലൂ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുൻപായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഷിഫ്നെറ്റ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഷിഫ്നെറ്റ് ഞാൻ സാധാരണ ഈ ഒരു മെത്തേഡിൽ ചെയ്യാറില്ല. ഇങ്ങനെ നെറ്റൊക്കെ ഓവർലോക്ക് ചെയ്ത് വരുന്ന ഈ ഒരു ഹെയർ ബാൻഡിൽ ചെയ്യാറില്ല. മറ്റേ സാധാരണ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ മാത്രമായിട്ട് വരുമ്പോഴാണ് ആ ഷിഫ്നെറ്റ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇനി ഓരോന്നായിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ നല്ല ചെറുത് അതുപോലെ തന്നെ വലുതും ആകാതിരിക്കാൻ നോക്കുക. ഒരു മീഡിയം സൈസ് മതി, കാരണം ചെറിയ കുട്ടികൾക്കാണല്ലോ. ഒരുപാട് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോറാക്കാരം. ഇപ്പോൾ ഫ്ലവർ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ബീഡ്സ് ഉണ്ട്. അപ്പോൾ ആ ബീഡ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റ് നെറ്റിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബീഡ്സ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ബീഡ്സ് വരുന്ന വൈറ്റ് നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്താലും മതി. ഇനി നമുക്ക് കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ആ ബാൻഡ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇതിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കോണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഷിഫ്നെറ്റ് വെച്ച് കൊടുക്കുന്നത്. അടിയിലത്തെ ലെയറാണ് അത് മുകളിൽ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സൈഡിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യുക.
പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വേണം ഫ്ലവറുകൾ വെച്ച് കൊടുക്കാൻ. കയ്യിലിടുന്നതുകൊണ്ട് ആകെ 1-2 ഫ്ലവർ മതിയാവും. ഒരുപാട് ഫ്ലവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്ലവർ ചെറുതാണെങ്കിൽ ഒരു 3 വെക്കുക, അതല്ല വലുത് ഒറ്റൊന്നാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിൽ നിങ്ങൾക്ക് വൈറ്റ് ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റെഡ് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം. ആ ഷിഫ്നെറ്റിൻ്റെ വലുപ്പം കുറച്ച് കൂടുതലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്രോക്കിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ബോ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ലത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കണതാണ്. അതിൻ്റെ സെൻറ്ററിൽ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ് കൊടുക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 സൈഡിലുമായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നതിൻ്റെ ആ ലെവലിലേക്ക് അത് നിന്നോളൂ. ഇതിൽ ബീഡ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഹെയർ ബാൻഡും അതുപോലെ തന്നെ കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ബാൻഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വൈറ്റിൽ മാത്രമല്ല, അങ്ങനെ ഫ്രോക്കിന് ഏത് കളറാണോ അല്ലെങ്കിൽ ഏത് ഡിസൈനിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ വൈറ്റ് ഷിഫ്നെറ്റ് അല്ല നിങ്ങളെ കയ്യിലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുക. ഞാൻ സാധാരണ വൈറ്റ് ഫ്രോക്കിലേക്കാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. വേറെ നമ്മൾ മെറ്റീരിയലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഫ്രോക്കിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.